ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ വളരെ മനോഹരമായിട്ടുള്ള എത്ര വർണ്ണിച്ചാലും മതിയാവാത്ത വെരിഗേറ്റഡ് ബൊഗെയിൻവില്ലയെ പറ്റിയാണ് കേട്ടോ. നല്ല കളറാണ് ഈ പിങ്ക് കളർ. പിങ്ക് എന്നും പറയാം, ഒരു റെഡ് എന്നൊക്കെ പറയാം. അത്രയ്ക്ക് നല്ല ഭംഗിയായിട്ടുള്ള കളറാണ് ഈ വെരിഗേറ്റഡ് ബൊഗെയിൻവില്ലയുടെ ഫ്ലവറിന്. ഇതിൻ്റെ ലീഫ് തന്നെ നല്ല ഭംഗിയാണ്. ഫ്ലവർ ഇല്ലെങ്കിൽ പോലും ഇത് ലീഫ് കൊണ്ട് വളരെയധികം മനോഹരമാണ് കേട്ടോ ഈ ബൊഗെയിൻവില്ല പ്ലാന്റ്. കഴിഞ്ഞ വർഷം ഒരു നഴ്സറിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതായിരുന്നു. ഒരു 150 റുപ്പീസ് ആയിരുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ്. അപ്പോഴിതൊരു ചെറിയ പ്ലാന്റ് ആയിരുന്നു, ഒരു ചെറിയ പോട്ടിലുമായിരുന്നു. അതിനുശേഷം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയ പോട്ടിലോട്ടൊക്കെ മാറ്റി. പിന്നെ ഡിസംബർ മാസമൊക്കെ ആയപ്പോൾ ഇതിന് നന്നായിരുന്നു പ്രൂൺ ചെയ്ത് കൊടുത്തു. പ്രൂൺ ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വളങ്ങളൊക്കെ ആഡ് ചെയ്തിരുന്നു. അതായത് NPK വളങ്ങൾ ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു. പിന്നെ ഇതിൻ്റെ ചുവട്ടിൽ ഇതെല്ലാം ഒരുമിച്ചല്ല കേട്ടോ ഇട്ട് കൊടുത്തത്. ഒരു 15 ദിവസം ഗ്യാപ്പ് വെച്ചിട്ടാണ് കേട്ടോ വളങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോഴേ ഇതിന് ഞാൻ DAP ഒരു പ്രാവശ്യം ആഡ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞപ്പോഴേ NPK 1919 ഉണ്ടല്ലോ, അത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ കാര്യമായിട്ട് വളങ്ങളൊന്നും ആഡ് ചെയ്ത് കൊടുത്തില്ല. ഇപ്പോഴേക്ക് ഇതിൻ്റെ നന്നായിട്ട് ഫ്ലവറിങ് ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിലൊക്കെ നിറയെ ബ്രാഞ്ചസും വന്നു, അതിലെല്ലാത്തിലും ഫ്ലവറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു സിമെൻറ്റ് പോട്ടിലാണ് കേട്ടോ ഞാനിത് പോട്ട് ചെയ്തിട്ടുള്ളത്. നല്ല വെയിലത്തൊക്കെ വയ്ക്കുമ്പോൾ ഒന്നുകിൽ മണ്ണിൻ്റെ പോട്ട് അല്ലെങ്കിൽ സിമെൻറ്റ് പോട്ടിലൊക്കെ നമ്മൾ ബൊഗെയിൻവില്ലയെ വളർത്തിക്കൊണ്ടുവരണം. ഇല്ലെങ്കിൽ നമുക്കിതൊരു സാധാരണ മണ്ണിലുമൊക്കെ വളർത്തിക്കൊണ്ടുവരാവുന്നതാണ് കേട്ടോ. സ്ഥലങ്ങളിലുള്ളവർക്ക് മണ്ണിലൊക്കെ വളർത്തി ഇതിനെ നന്നായി കെയറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ചിലപ്പോൾ ഇതിലും കൂടുതലായിട്ട് ബ്രാഞ്ചസ് ഒക്കെ വന്ന് നന്നായിട്ട് ഫ്ലവറിങ് ഒക്കെ ഉണ്ടാകും. പക്ഷെ നമുക്ക് പോട്ടുകളിലാണെങ്കിൽ നമുക്ക് വളങ്ങളൊക്കെ ഇടയ്ക്കിടെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ നല്ല പൂക്കളൊക്കെ വരും. ഇപ്പോഴും നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ പൂക്കൾക്കൊരു പിങ്കുമാണ്, പിന്നെ കുറച്ച് കഴിയുമ്പോഴൊക്കെ റെഡ് കളറൊക്കെ ആയിട്ട് മാറും. ഇതിപ്പോൾ ഏകദേശം ഒരു 10-20 ദിവസമായി കേട്ടോ ഇതിൻ്റെ ഈ പൂക്കളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ട്. ഇതിപ്പോൾ വിരിഞ്ഞ് വരുന്ന ഉള്ളൂ കേട്ടോ. എല്ലാ ബ്രാഞ്ചസിലും പൂക്കളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ സാധാരണ വില്ല പോലെ തന്നെ അത്ര കെയറിങ് ഒന്നും അതുപോലെ തന്നെ കെയറിങ് ഒക്കെ മതി ഈ വില്ലക്ക്, അതായത് ഈ വെരിഗേറ്റഡ് വില്ലക്ക്. ഇതിൻ്റെ ലീഫ് തന്നെ കണ്ടോ, നല്ല ഭംഗിയാണ്. പിന്നെ ഇടയ്ക്ക് ഞാനിതിൽ നമ്മുടെ എല്ലുപൊടി ഉണ്ടല്ലോ അതായത് എല്ലാ വളങ്ങളും ഒരുമിച്ചൊന്നും ആഡ് ചെയ്യില്ല കേട്ടോ. ഒരു 15 ഡേയ്സ് ഗ്യാപ്പ് വെച്ചിട്ട് എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയായിരുന്നു. എല്ലുപൊടി ഇട്ട് ഒരു 15 ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ വളങ്ങളൊക്കെ വളരെ വളരെ കുറച്ച് മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. കൂടുതലൊക്കെ ആഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ് മൊത്തം ഉണങ്ങിപ്പോകും. അപ്പോൾ വളരെ കുറച്ച് ഒരു സ്പൂൺ എല്ലുപൊടിയും അതുപോലെ ഒരു 3-4-5 ഗ്രാന്യൂൾസ് DAP ഒക്കെ മാത്രമേ ഇടാറുള്ളൂ. അതുപോലെ ഒരു 1 ലിറ്റർ വെള്ളത്തിൽ ഇതിന് മാത്രമല്ല കേട്ടോ 1 ഗ്രാം നമ്മുടെ NPK ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇതിന് മാത്രമല്ല കേട്ടോ 1 ലിറ്റർ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ ബൊഗെയിൻവില്ലയ്ക്കും എല്ലാ ഫ്ലവറിങ് പ്ലാന്റിനും എടുത്തു കഴിഞ്ഞ് ഇതിന് കുറച്ചൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു. അതിനുശേഷമാണ് കേട്ടോ ഇത് ഒരു നല്ല ഭംഗിയായിട്ടൊക്കെ ഇതുപോലെ വളർന്നു വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് വെച്ച് പിടിപ്പിച്ച് നോക്കണം. പിടിക്കുമെന്നൊന്നറിയില്ല, എന്നാലും ഒന്ന് പൂക്കളൊക്കെ കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലത്തെ ചെടിയൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് വാങ്ങി വെക്കണം കേട്ടോ. നല്ല ഭംഗിയാണ്. നമ്മുടെ ഗാർഡൻ തന്നെ മനോഹരമാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാന്റാണ് ഈ വെരിഗേറ്റഡ് ബൊഗെയിൻവില്ല. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നല്ല വെയിലൊക്കെ ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ് ബൊഗെയിൻവില്ല. അപ്പോൾ എല്ലാവരും നല്ല വെയിലത്ത് തന്നെ ഈ ബൊഗെയിൻവില്ല പ്ലാന്റൊക്കെ വെച്ച് കൊടുക്കണം. താങ്ക്